ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും വരുക ഏതൊരു മനുഷ്യനും സ്വാഭാവികമാണ്. അതിനാൽ നാം ജീവിതത്തിൽ ദുഃഖത്തെ ആഗ്രഹിച്ചിട്ടല്ല വരുന്നത്. പക്ഷേ ദുഃഖം വരാൻ കാരണം ഈ പ്രപഞ്ച വസ്തുക്കളോടുള്ള നമ്മുടെ സമീപനമാണ്. ആത്മാവെന്നും അനാത്മാവെന്നും രണ്ട് പദങ്ങളുണ്ട്. അവയുടെ അർത്ഥം നാം ഒന്ന് വിചിന്തനം ചെയ്യണം. അനാത്മാവെന്നാൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നവ എന്ന്. ആത്മാവിനെ ഒരിക്കലും നമുക്ക് ഒരു ഇന്ദ്രിയം കൊണ്ടും അറിയാൻ സാധിക്കുകയില്ല. എന്നാൽ ആത്മാവിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. വൈദ്യുതിയിൽ നിന്നും ബൾബ് വെച്ചപ്പോൾ പ്രകാശം ഉണ്ടായതുപോലെ നമ്മുടെ ഈ ശരീരമാകുന്ന ഉപാധിയിൽ കൂടി ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയപ്പോഴാണ് ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾ എല്ലാം ഉണ്ടായത്. ഇവയെല്ലാം വിഷയങ്ങൾ എന്ന് പറയപ്പെടുന്നു. ഈ വിഷയങ്ങളെല്ലാം അനാത്മാവ് എന്നാണ് പറയുന്നത്. അതിനാൽ അനാത്മാവിനെ മാത്രം നമ്മുടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടേ ഇരുന്നാൽ മനസ്സും ആ സ്വഭാവത്തോട് കൂടിയതായിരിക്കും. അനാത്മാവിൻ്റെ സ്വഭാവം എന്താണ്? ഉണ്ടാവുക, കുറച്ചു കാലം നിലനിൽക്കുക, പിന്നീട് നശിക്കുക. ഇതിനാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കവി ഇതിനെ വർണ്ണിച്ചിരിക്കുന്നത് എന്താണ്? ചിന്തിച്ചനാത്മാവായി ചിത്തത്തിനെ എന്തും ചെയ്യുവാൻ വിടും കൂട്ടക്കാർക്ക് ബന്ധം നശിക്കില്ല, മോക്ഷം ലഭിക്കില്ല, സന്താപം തീരില്ല എന്നറിയൂ. നമുക്ക് നല്ല ഒരു താക്കീതാണ് തരുന്നത്. നാം നമ്മുടെ മനസ്സിനെ ഏതെങ്കിലും വഴിയിൽ കൂടി തിരിച്ചുവിട്ട് അതിൽ നിന്ന് ഭവിഷ്യത്ത് ഉണ്ടാകുമ്പോൾ അതിനുള്ള കാരണക്കാർ നമ്മളാണ്. അതാണ് ചിന്തിച്ചനാത്മാവായി ചിത്തത്തിനെ. ഈ അനാത്മാക്കളെ മാത്രം ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ വിടുകയാണെങ്കിൽ ആ മനസ്സ് എന്തും ചെയ്യാൻ മടി കാട്ടാത്ത ഒരവസ്ഥ വരും. അതാണ് എന്തും ചെയ്യുവാൻ വിടുന്നവരാരാണോ അവർക്ക് ബന്ധം നശിക്കില്ല, മോക്ഷം ലഭിക്കില്ല. അവർക്ക് ഈ ബന്ധനത്തിൽ നിന്നൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. സ്വതന്ത്രമായ ആ മോക്ഷാവസ്ഥ എന്താണ് എന്നും അവർക്കറിയില്ല. നാം പൂർണ്ണരാണ്, സംതൃപ്തരാണ്, പരമാനന്ദികളാണ്. പക്ഷേ നാം ഇവിടെ ബന്ധനസ്ഥരാണ്, അപൂർണരാണ്. നാം പലതിൻ്റെയും പോരായ്മകൾ നിറഞ്ഞവരാണ്. ഇതെല്ലാം ഉണ്ടാവാൻ നമുക്ക് കാരണമെന്താണ്? നാം അനാത്മവസ്തുക്കളോടുള്ള സംബന്ധം കൊണ്ടാണ്. അതുകൊണ്ട് നിരന്തരം ആത്മവിചാരം കൊണ്ട് നമ്മുടെ മനസ്സ് നിറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആത്മാവിൻ്റെ സത്തും ചിത്തും ആനന്ദവും അനുഭവമാകും. ആനന്ദവും അറിവും അഭയവും നമ്മുടെ സ്വഭാവമായിരിക്കും. പൂർണ്ണതയും സന്തോഷവും സംതൃപ്തിയും നമ്മുടെ സ്വഭാവമായി തീരുന്നതാണ്. അതിനാൽ ചിന്തിച്ചനാത്മാവായി ചിത്തത്തിനെ എന്തും ചെയ്യുവാൻ വിടും കൂട്ടക്കാർക്ക് ബന്ധം നശിക്കില്ല, മോക്ഷം ലഭിക്കില്ല, സന്താപം തീരില്ല എന്നറിയൂ. ഇതെത്ര പരമാർത്ഥമാണ്, എത്ര ലളിതമാണ്. ഇതിനൊരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമേ ഇല്ല. ഇത് നാം നിരന്തരം വിചാരം ചെയ്ത് അസത്തിലേക്ക് പോകുന്ന നമ്മുടെ മനസ്സിനെ സത്തിലേക്ക് തിരിച്ചുവിടേണ്ടതാണ്. അതാണ് നമ്മുടെ സ്വധർമ്മം എന്ന് ബോധിക്കണം നമ്മൾ.